പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർഡിലൊക്കെ എന്താ എഴുതിയിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വായിച്ച് നോക്കാവുന്നതാണ്. 2 കാർഡാണ് അവർ തന്നിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ഹാപ്പി എന്നുള്ളൊരു ഹെഡിങ്ങോട് കൂടി തുടങ്ങുന്ന ഒരു കാർഡും, രണ്ടാമത്തത് കുറച്ച് വോയിസ് അല്ലെങ്കിൽ ഓഡിയോയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചും അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചും സംബന്ധിച്ചുള്ള ഒരു കാർഡാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. ഹൗ ടു യൂസ് എന്ന് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ആ കാർഡിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ AU-400 എന്നുള്ളതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത്. കൂടാണ്ട് ബാഗിൽ ക്യാമറ അഡാപ്റ്റർ കൂടെ വരുന്നുണ്ട്. അതായത് 3.5 ജാക്ക് ഈ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തതിന് ശേഷം അത് ക്യാമറയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിലെ മൈക്രോഫോണായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ അഡാപ്റ്ററിൻ്റെ ഒരു ഗുണമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാക്കിംഗ് ഒന്നും അത്ര ഗ്രേറ്റ് എന്നൊന്നും പറയാനില്ല. നോർമൽ ഒരു പാക്കിങ്ങിൽ വന്നേക്കാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. ക്ലോത്തിൻ്റെ ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. അത് വള്ളി വെച്ചിട്ട് കെട്ടുന്ന ടൈപ്പുള്ള ബാഗാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ മൈക്രോഫോൺ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അധികം ഫാൻസി സാധനങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അത്ര റേറ്റല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 3.5 mm ജാക്ക് വരുന്ന ഒരു അഡാപ്റ്ററാണ് എൻഡിൽ വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നീട്ടമുള്ള ഒരു വയറാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല വയറിന് സൈസും ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കൂടാണ്ട് ക്ലിപ്പും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷട്ടിലോ കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. കൂടാണ്ട് ഡെഡ് കാറ്റും കൂടെ തരുന്നുണ്ട്. ഡെഡ് കാറ്റ് എന്ന് പറയുന്നത് തുമ്പത്തുള്ള നോയിസ് ക്യാൻസലേഷൻ ആണ്. അത് അത്ര വലിയ ഡെഡ് കാറ്റ് അല്ലെങ്കിൽ അത്ര അടിപൊളി എന്ന് പറയാനില്ല. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡെഡ് കാറ്റ് തന്നെയാണ്. എല്ലാവരും മൈക്കിൻ്റെ ക്വാളിറ്റിയിലാണ് ഇനി ഇരിക്കുക. അത്യാവശ്യം നല്ല ബൈറ്റുള്ള ടൈപ്പ് ക്ലിപ്പ് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഹെൽമെറ്റിലൊക്കെ ക്ലിപ്പ് ചെയ്താലും ഊരിപ്പോകുന്ന പ്രശ്നങ്ങളോ അവിടെ ആടുന്ന പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൻ്റെ വയർ അടിപൊളിയാണ്. കാരണം വളരെ ചെറുതാണ്. ഞാനത് നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷേ പോസിറ്റീവ് സൈഡാണ് അതിന് ഏറ്റവും കൂടുതൽ. കാരണം ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളത് റാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചുറ്റൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ തടി കുറഞ്ഞ വയറാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും അടിപൊളിയാണ്. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. ഹലോ എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവാണ്. നമ്മൾ മറ്റേ സിനിമാറ്റിക് ഷോട്ടുകളോ കാര്യങ്ങളൊന്നും കാണിക്കില്ല, ക്ലോസപ്പ് ഷോട്ടുകളൊന്നും ഇല്ല. നമ്മളൊന്ന് ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്ലാറ്റിനയുടെ H ഗിയർ എന്നിട്ടുള്ള മോഡലാണ്. ഒരു ടോപ്പ് എൻഡ് മോഡലാണ്. ഡിസ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മളൊന്ന്